In the name of the Father, and of the Son, and of the Holy Spirit. Amen. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ തിരുവിലാവിന്ന് ഞങ്ങളുടെ മരിച്ചുപോയ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ, വൈദികർ, എല്ലാ ആത്മാക്കളുടെയും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനു വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോ തിരുവിലാവിന്ന് ഇന്ന് ലോകത്തെമ്പാടും മരിക്കുന്നവർക്കും മരണാസന കഴിയുന്നവർക്കും പരിശുദ്ധ അമ്മയുടെയും യൗസ്തപിതാവിൻ്റെയും അസ്തിത്വത്തിലൂടെ അനന്തമായ കാരുണ്യവാനായ ദൈവം നല്ല മരണം നൽകുന്ന ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോ തിരുവിലാവിന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനയിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ രോഗികൾക്കും ആരോഗ്യവും ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോ തിരുവിലാവിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിലും മറ്റെല്ലാ കുടുംബങ്ങളുടെ ഇടവകളിലും ദൈവഭയവും ദൈവഭക്തിയും ദൈവസ്നേഹവും വളരുന്നതിന് വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോ തിരുവിലാവിൽ നിന്ന് ചിന്തപ്പെട്ട തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളുടെ സീറോ മലബാർ സഭയിലും എറണാകുളം, തൃശ്ശൂർ തുടങ്ങിയ രൂപതകളിലും മറ്റെല്ലാ രൂപതകളിലും ലോകത്തെ എല്ലായിടത്തുമുള്ള എല്ലാ സഭകളിലും അപ്പസ്തലന്മാരായ പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും നമ്മുടെ തോമാസ്ലീഹായുടെയും ചൈതന്യവും തീഷ്ണതയും വിശ്വസ്തതയും വളരുന്നതിനു വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വേനൽക്കാലമാണ് കാനഡയിൽ. പക്ഷേ മഴയും അതൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ദുരിതങ്ങളൊന്നും ഇവിടെ കാണാനില്ല. സുരക്ഷിതമായൊരു സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന മിസ്സിസാഗ. ഇവിടെ ഈ പറഞ്ഞ സീറോ മലബാർ ഏർപ്പാടൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ തത്തും തണുതൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലിപ്പോൾ പ്രത്യേകം വരുന്നത്. ഇപ്പോൾ നമ്മുടെ 2 കൊല്ലത്തോളം മേലെയായി എറണാകുളം രൂപതയുടെ അച്ഛന്മാർ വിമതന്മാരെന്ന് പറഞ്ഞ് അവർ കളിയാക്കിക്കൊണ്ടുള്ള പരിപാടികൾ. ഇത് കാരണമുണ്ടാക്കിയ ആ പാല ചങ്ങനാശ്ശേരി മെത്രാന്മാർ, സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ ഈ വക വാശിയൊക്കെ നിർത്തി ഈ നിസ്സാര കാര്യത്തിന് വേണ്ടി തല്ലുപിടിച്ച് സഭയെ നാശമാക്കല്ലേ എന്നാണ് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ തൃശ്ശൂർക്കാരനാണ്. ഞാൻ ആലുവ സെമിനാരിൽ പഠിച്ചതാണ്. ചാവുലച്ചനായിരുന്നു ഞങ്ങളുടെ ലിറ്ററേച്ചർക്കാരൻ. ഞങ്ങളങ്ങനെ പ്രാന്തം അച്ഛൻ പഠിപ്പിച്ചില്ല. അച്ഛൻ പാലക്കാരനായിരുന്നെങ്കിലും ഓരോ ലിറ്ററേച്ചറുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇതിപ്പോൾ ലിറ്ററേച്ചറായിരിക്കാലും ചരിത്രമൊക്കെ നമ്മൾ പിന്നെയും പഠിച്ചതാണ്, സഭാ ചരിത്രം പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും കർദിനാൾ, എൻ്റെ സീനിയറായിരുന്ന ബഹുമാനപ്പെട്ട ആലഞ്ചേരി പിതാവ് പോലും അതിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തോ ഒരു സ്വർഗീയമായ ആരംഭമാണ് ഈ പഴയ സുറിയാനി കുർബാന എന്ന് പറയുകയാണ്. ഞങ്ങളുടെ കാലത്ത് 70-ൽ ഈ സുറിയാനി സെമിനാരിൽ നിന്ന് മാറ്റം പറഞ്ഞ നേരത്തെ കൊടുത്ത് ഞാനാണ്. സുറിയാനി ഭാഷ, കാരണം ഒരുപാട് സമയം പോവാണ്. പഠിപ്പിച്ചിരുന്ന അച്ഛൻ മനോഹരമായി പഠിപ്പിച്ചു. പുത്തമ്പരച്ചൻ ഞങ്ങളുടെ എല്ലാവരുടെയും മൽപ്പാനാണ്. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ മുമ്പുള്ള വൈദ്യരൊക്കെ മൽപ്പാനാണ്. ഞാനൊക്കെ ചാക്കിട്ട് പിടിച്ചു. പിതാവ്, ഞങ്ങൾ കുണ്ടുവളം പിതാവിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, പിതാവ് ഇനി സുറിയാനി വേണ്ട, ഇംഗ്ലീഷിലോ മലയാളത്തിലുള്ള കുർബാന മതി ഞങ്ങൾക്കൊക്കെ. ഈ സുറിയാനി പഠിച്ച് ഞങ്ങളുടെ സമയം മുൻ കളയാം. പക്ഷേ അച്ഛൻ പഠിപ്പിച്ചു. അപ്പോൾ ഈ സുറിയാനി ഭാഷയ്ക്ക് പ്രത്യേകത ഗുണമൊന്നുമില്ല. ഈ ഹൈന്ദവർ സംസ്കൃതത്തിനും ദേവനാഗരി ദൈവങ്ങളുടെ ഭാഷ, ദൈവങ്ങളുമില്ല ഭാഷയുമില്ല, എങ്കിലും അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ ദൈവങ്ങളേ ഇല്ല, ആകെ ഒരു ദൈവമുള്ളൂ, ആ ബ്രഹ്മാവ്. അവർ ബ്രഹ്മാവ് നമ്മുടെ ദൈവപിതാവ്, അത് പറയാം. അതാണ് വേദങ്ങൾ പഠിപ്പിച്ചത്. പിന്നുണ്ടായ ദൈവങ്ങളൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ എന്താ പറയുക കഥകളാണ്, ഈ മിത്തോളജികളാണ്. അതൊരു വശം. ആ സംഗീതം 115, 137 പണ്ടേ പറഞ്ഞിട്ടുണ്ട്. വെറും വിഗ്രഹങ്ങളാണ്. അവർ കണ്ണില്ല മൂക്കൊക്കെ കാണിച്ചാലൊന്നും പിണ്ടില്ല. മനുഷ്യന്മാർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു, അതിന് പൂജിക്കുന്നു, അതിന് ബിംബങ്ങൾ പാലൊഴിക്കുന്നു, പാലാഭിഷേകം, മത്രാഭിഷേകം, സ്വർണ്ണാഭിഷേകമൊക്കെ നടത്തി ദൈവത്തെ ദൃഢപ്പെടുത്താണ് മനുഷ്യന്മാർ ബിംബങ്ങൾ. നമ്മെ സംബന്ധിച്ചോളം സജീവനായ ദൈവത്തിൻ്റെ ഈശോയുടെ തിരുബലിയുമുണ്ട്. ആ ബലിക്ക് വേണ്ടി സജീവമായ സാക്ഷ്യം പറഞ്ഞ ആളാണ് നമ്മുടെ പിതാവായ തോമാശ്ലീഹ. ആ ബലി അർപ്പിക്കുക, അത് ഇതുവരെ നടന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പം ഇപ്പം പറയാൻ പുള്ളി അങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ പറയാം.
ആർഗ്യുമെൻ്റ് പോയ രണ്ട് കൂട്ടർക്ക് ഇഷ്ടംപോലെ വഴികളുണ്ടായിരുന്നു. ഞാൻ രണ്ട് പക്ഷത്തുമില്ല, അതാണ് കാര്യം. ഈ തകരാറുണ്ടാക്കല്ലേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഉള്ളത് മുടക്കിയെന്നാട്ടെ സ്റ്റാറ്റുസ്കോ അന്നായി ഇപ്പോൾ ഉണ്ടാവുമോ? പലരും പോയി നമ്മുടെ തൃശ്ശൂർ മെത്രാപ്പോലത്തെ പോയി ഒക്കെ കലക്കി പോകുന്നു അവിടുന്ന്. അതുപോലെ പലരും ചെയ്യും. അധികാരം കാണിക്കൽ ഞങ്ങളുടെ കാര്യം, തൊപ്പി കിട്ടൽ തൊപ്പിയൊക്കെയാണ് കാര്യം, പാത്രിയാർക്കാവണം, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊന്നും വലിയ കാര്യപ്പെട്ട കാര്യമല്ല. ഇന്ന് ലോകവും നമ്മുടെ കേരളത്തിലെ മക്കളും യുവജനങ്ങളും ആഗ്രഹിക്കുന്നത് വിശ്വാസമുള്ള, തീഷ്ണതയുള്ള, സമർപ്പണമുള്ള വൈദികരാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവിടെ പറഞ്ഞു വിചാരിച്ച പക്ഷേ എന്നെ ഇവിടെ നിന്നോളം അനുവദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് തീഷ്ണതയുള്ള ഇവിടെ എനിക്കിഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എൻ്റെ ശുശ്രൂഷ ഈ പ്രായത്തിൽ എനിക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാർത്ഥനാരൂപയിലൂടെ ദൈവങ്ങളെ വേദപാഠം പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുകയൊക്കെയാണ് അമേരിക്കയിൽ മുമ്പ് കാണിക്കണേ. ബൈബിൾ പോലും ഇല്ല വീടുകളിൽ. കത്തോലിക്ക് വീടുകളാണ്. സൗത്ത് കരോലീന, ടെനസി ഒക്കെ ചെന്നപ്പോൾ. അപ്പോൾ അവിടെ ഭക്തിയുള്ള അച്ഛന്മാർ മലയാളികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പല വീടുകളും ഞാൻ പോയപ്പോൾ 10-40 വീട് ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞ് 2 ആഴ്ച. ബൈബിളില്ല. ബൈബിൾ ഉണ്ടെങ്കിൽ എവിടെ വായിക്കുന്ന അറിയില്ല. യാക്കോബയുടെ ലേഖനം പറയും വെർ ഇസ് ദ സെൻറ്റ് ജെയിംസ് എന്നാണ് ചോദിക്കണേ. ഞങ്ങളുടെ ബൈബിൾ അത് ചില വീടുകൾ വലിയ ഭംഗിയായിട്ട് ബൈബിൾ ഉപയോഗിക്കും. പക്ഷേ അവർക്ക് നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാൾ വലിയ ഭക്തിയും എളിമയും വിശ്വാസമുണ്ടെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതുകൊണ്ട് അത്ഭുതങ്ങൾ അവിടെ നടന്നു, ചില നടന്നുകൊണ്ടിരിക്കും. അതൊക്കെയാണ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ തോമാച്ചൻ്റെ പെരുന്നാൾ ദിവസത്തിൽ ആ വിശ്വാസത്തിനെതിരായി ഇടച്ച വരുന്ന എല്ലാ ഇതിലും പ്രശ്നങ്ങളുണ്ട്. ചെങ്കൊടി തകർന്നു കഴിഞ്ഞു. അഴിമതി, പാവങ്ങളുടെ പണത്തിൽ മേൽ വളർന്ന തൊഴിലാളിയുടെ പാർട്ടി ഇന്ന് സമ്പന്നന്മാരുടെ, ഞാൻ എഴുതാറുണ്ട്, കുബേര കോമറേഡ്സ്, സമ്പന്ന മുതലാളിമാരുടെ പാർട്ടിയായി തീർന്നു. കൊള്ളയടിക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ന്യായീകരണം പറയുന്ന ഒരു പിണറായി, അതിന് കൂട്ടുകാരും അതിന് കുടി പിടിക്കുന്ന നമ്മുടെ പിള്ളേരും. മനസ്സിലായോ? അതൊക്കെ ഒന്ന് കർത്താവ് പൊട്ടിക്കും. ബി ജെ പിക്കാർ പുണ്യാൾമാരെ അല്ലെങ്കിൽ ആ കാര്യത്തിൽ അവർ കുറച്ച് മയക്കമുണ്ട്. അവർ നമ്മുടെ രാഹുൽ പറയുന്ന പോലെ അഡാനിക്കും കമ്പനിക്കും മുതലാളിമാരാക്കിയെന്നല്ലാണ്ട് ഒരു പ്രശ്നമുണ്ട്. അവർ തനിച്ച് അവരങ്ങനെ കൈക്കൂലി കണ്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എപ്പോഴും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ന്യൂസ് 28-29 ന്യൂസ്, മാർക്സിസ്റ്റ് പാർട്ടി തൃശ്ശൂരത്തെ കള്ളന്മാരായ കണ്ണനും EP മറ്റേ ഇവരൊക്കെ ഇന്ന് ജയിലാവും. എന്നിട്ടും നമ്മുടെ മുഖ്യനാണ് കാര്യം. മുഖ്യനെ ആദ്യം അകത്തിടണം, ഇടും പിണറായിനെ. അവൻ പിണങ്ങാറായിട്ടുണ്ട്. ആ പാർട്ടി പൊളിയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇടയിലാണ് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ തർക്കിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഈ ആചാരത്തിന് വേണ്ടി തല്ലുപിടിപ്പിക്കുക. എൻ്റെ വിനീതമായ അപേക്ഷ തോമാസിനോട് ഞാൻ പറയുന്നത്, തോമാസിന് ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ റാഫേൽ മെത്രാപ്പോലീത്ത മിടുക്കനാണ്, സൗമ്യനാണ്. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു പിന്നിൽ കുത്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഇങ്ങനെ തല്ലുപിടിക്കാൻ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാരനായതുകൊണ്ടല്ല, റാഫേൽ സഹായം എത്രയും എനിക്കറിയാം റാഫേൽ പിതാവിനെ. അപ്പോൾ അന്നേ കളിയാക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ധൈര്യം കൊടുക്കാനും തോമാസ് ധൈര്യം പോലെ പ്രവർത്തിക്കാനും നമുക്ക് സഭയുടെ ആചാരങ്ങളല്ല വിശ്വാസമാണ് മൂല്യം എന്ന് പറയാനുള്ള ധൈര്യം അഭിമന്യ മേജർ ആർച്ച് റാഫേലിനും ഞങ്ങളുടെ ഉപധ്യക്ഷന്മാർക്കും എത്രമാരും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, വൈദികരായി നമുക്കും പ്രാർത്ഥിക്കാം. അതാണ് ആദ്യത്തെ പ്രഖ്യാപനം, ആദ്യത്തെ ആഹ്വാനം. രണ്ടാമത്, ഇന്ന് പത്രോസ്ലിയായിട്ട് തോമാസ് പൗലോസ് എടുത്തിരുന്ന ആളുകളാണ്. ലത്തീൻ സഭയിൽ അവർക്ക് ഇന്ന് ഈ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അപ്പോൾ അവരാണ് പ്രിൻസസ് ഓഫ് അപ്പോസ്തലന്മാർ, പ്രമുഖന്മാർ. ഭാഗ്യവശാൽ ഒരു 5-6 കൊല്ലം ഫാത്തിമ ക്രൂസേൻ്റെ കോൺഫറൻസിൽ പോയിക്കൊണ്ട് റൂമിൽ പോകുമ്പോൾ ഒരു ഫ്രീ ടിക്കറ്റാണ്. അവിടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ 2 ആളുടെ സ്ഥലങ്ങൾ പോയി ഇഷ്ടംപോലെ കണ്ടു. ബസലിക്ക പള്ളി, പൗലോസയുടെ പള്ളി, സെൻറ്റ് പോൾ അറ്റ് ഔട്ട് ഓഫ് ദ സിറ്റി 2 പ്രാവശ്യം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെയുള്ള അതൊക്കെ ഓർക്കാണ്. ഇന്ന് കാണുന്ന സിറ്റികളാണെങ്കിലും അന്നൊക്കെ എങ്ങനെയാണ് നമ്മുടെ അപ്പോസ്തലന്മാരായ മീൻപിടുത്തക്കാരായിരുന്ന പത്രോസിലായും പൗലോസിലായും ഒക്കെ റോമിനെ ആ വൻ ശക്തിയായിരുന്ന, എന്താ പറയുക, ബ്രിട്ടീഷ് സാമ്രാജ്യമൊക്കെ പോട്ടെ, റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ നടികയിൽ പോയി സഹിച്ചുകൊണ്ട് വേദസാക്ഷിയാവുകയാണ്. ആ റോമൻ സാമ്രാജ്യത്തെ മാനസാന്തരപ്പെടുത്തുവാനുള്ള ആ വലിയ പരിശ്രമം നടത്തി വധിക്കപ്പെട്ടവരാണ്. കഴുത്തറക്കപ്പെട്ട് പൗലോസ്ലീഹായും കൂറ്റി തൂങ്ങി മരിച്ചുകൊണ്ട് പത്രോസ്ലീഹായും മരിച്ചു. അവരുടെയൊക്കെ മരണം നമ്മുടെ ജീവനാണ്. അവിടെ രക്തത്തിൽ വളർന്നവരാണ് സഭ. അതാണ് തെർത്തൂലി എന്ന സഭ ചരിത്രകാരൻ പറയുക.
The blood of the martyrs became the fertile soil when the pagan world became Christians. ആ രക്തത്താൽ ചുടുനിലത്തിൽ വളർന്നവരാണ് ക്രിസ്തീയ സഭ. അത് നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ചെങ്കൊടിയിലല്ല വളർന്നത്. മണ്ടത്തരം. ചെങ്കൊടി നാട്ടിൽ മുഷിപ്പിടിച്ചാണ്. തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം റഷ്യയിൽ അത് തൊഴിലാളികളെയും വൈദികരെയും അറത്തോർക്കുകയാണ് ചെയ്തത്. ലെനിനും ക്രൂഷ്ചേവും പിന്നെ ഗോർബച്ചോവ് വരെ. ഗോർബച്ചോവ് എന്നപ്പോൾ സംഗതിയൊക്കെ മാറ്റി ഗ്ലാസ് തുറന്ന മനസ്സ് കാണിച്ചു തുടങ്ങിയ അയാൾ സഭകൾ നശിപ്പിക്കാൻ നോക്കി ഉള്ളി കുത്തിപ്പോക്കുക. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊന്നും തൊഴിലാളിനെ എതിർക്കാൻ സാധിച്ചില്ല. ഇന്ന് അതേ സമയത്ത് തന്നെയാണ് അവിടെ യുദ്ധം ചെയ്തുകൊണ്ട് അവിടെ ആ ഉക്രൈനെ നശിപ്പിക്കുന്നത്. ഉക്രൈനെ കൊന്നുകളയാണ്, കുഞ്ഞുങ്ങളെ കൊന്നുകളയാണ്. നമ്മുടെ പുടിൻ ഞാനൊക്കെ ആൾ നല്ലൊരു ഇതായി മാറി വന്ന് വിചാരിച്ച കാലമായിരുന്നു ഓർത്തഡോക്സ് സഭയുമായിട്ട്. ആ ഓർത്തഡോക്സ് പാത്തിലാക്കി തന്നെ നമ്മളെ തല്ലിപ്പൊളിയാണ്, ഒരു അഴിമതിക്കാരനാണ്. ഇതൊക്കെ ഞാൻ പഠിച്ചു. അവിടുത്തെ ഓർത്തഡോക്സ് റഷ്യൻ ഓർത്തഡോക്സ് പാത്രിയാർക്കിസ്റ്റ് രണ്ടുപേരും ഒത്തുകൂടിയിട്ട് അങ്ങോട്ട് ഭരിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഈ മാറ്റുപാട്ട് വാലി പിടിച്ചും നക്കിയും നടന്ന് നമ്മളെ പലരും സഭാ നേതാക്കന്മാർ അച്ഛന്മാരൊക്കെ കാര്യങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കാലമായി. പൗലോസിനെപ്പോലെയും പത്രോസിനെപ്പോലെയും തോമാസിനെപ്പോലെയും സഹിക്കാനും അഴിമതി വിരുദ്ധമായി ജീവിക്കാനും ധൈര്യമായി പ്രവർത്തിക്കാനും വിശ്വാസം എന്ത് ത്യാഗം സഹിച്ച് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം ഈ അപ്പോസ്തലന്മാർ തിരുനാളുകൾ പത്രോസിൻ്റെയും പൗലോസിലായുടെയും തോമാസിൻ്റെ തിരുനാൾ നമ്മുടെ സഭ അധികാരികൾക്കും മേലധ്യക്ഷന്മാർക്കും വൈദികരായ എനിക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും എൻ്റെ മക്കളായ സഹോദരങ്ങളായ ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ, അനുമോദനങ്ങൾ.